എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസ് ചാറ്റിലേക്ക് സ്വാഗതം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ജൂലൈ 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. And then Lovers energy, 5 of Pentacles, 6 of Cups, Hermit mode, Tower moment and Star energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ലവേഴ്സ് ടവർ മൊമെൻറ്റ് എനർജിയാണ്. കുടുംബ അന്തരീക്ഷത്തിൽ പൊതുവെ ഒരു അതായത് കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിലല്ല പോകുന്നത്. പക്ഷെ എന്നിരുന്നാലും നിങ്ങളതിങ്ങനെ മുന്നോട്ടേക്ക് തള്ളി നീക്കുന്നു. വർഷങ്ങളായിട്ട് ഒരേ ആ ഒരു എന്തൊക്കെയോ പ്രശ്നങ്ങൾ പുകയുന്നുണ്ട്. പക്ഷെ അത് എന്താണെന്ന് അത് മനസ്സിലാക്കാനോ അതിനെന്തെങ്കിലും അതിന് വേണ്ടിയിട്ട് ചെയ്യാനോ നിങ്ങളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ മറ്റാളുകളുടെ ഭാഗത്തുനിന്നോ ശ്രമങ്ങളൊന്നും ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ഇങ്ങനെ പുകഞ്ഞുകൊണ്ട് ഇരിക്കുന്നതാണ്. ഫൈനലി അതിൻ്റെ ഒരു എൻഡിങ്ങിലേക്ക് എത്തുകയാണ്. ഒന്നുകിൽ ആ ഒരു എല്ലാവരും അവരുടേതായിട്ടുള്ളൊരു ഇതിലേക്ക് മാറിപ്പോകുന്ന സിറ്റുവേഷൻ ആകാം. ഒരു വീണ്ടും ഒരു പുനർസൃഷ്ടിക്കുന്ന ഒരു ജീവിതം പുനർസൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഒന്നുകിൽ നിങ്ങളുടേതായിട്ടുള്ള മാരീഡ് കപ്പിളിൻ്റെ കാര്യമാണെങ്കിൽ ഹസ്ബൻഡ് വൈഫ് തമ്മിലൊരു ഡിവോഴ്സിലേക്ക് എത്താൻ ചാൻസസ് ആവാം. അതല്ല എങ്കിൽ, കാരണം ഇവിടുത്തെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ ഉള്ള ഒരു ലൈഫ് സ്റ്റൈൽ, ഇത് ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ ആ ഒരു രീതിയല്ല. ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചിന്തിക്കാനും അത് മനസ്സിലാക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങുന്നുണ്ട്. സംസാരിക്കാൻ മനസ്സിലാക്കാൻ തുടങ്ങുന്നതിലൂടെ അത് എന്താണ് അതിൻ്റെ പ്രശ്നം, അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിന് അനുസരിച്ചിട്ട് പ്രശ്നത്തിൽ എന്തൊക്കെ മാറ്റം വരുത്താം, എങ്ങനെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളത് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ ഇത് ഓരോരുത്തരുടെയും സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഓരോരുത്തരുടെയും ജാതകവശാൽ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റം ഉണ്ടാവാം. കാരണം ഈ ചർച്ചകൾ നടക്കുന്നു, അതിനെക്കുറിച്ച് ചില തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അത് ഏത് വഴിയിലേക്ക് പിന്നീട് പോകുന്നു, അതായത് ഈ തർക്കങ്ങൾക്കൊടുവിൽ നിങ്ങളത് സംസാരിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഒത്തുതീർപ്പാക്കി മുന്നോട്ടേക്ക് പോകുന്നു, അതോ വഴക്കിട്ട് പിരിയുന്നോ എന്നുള്ളത് ഓരോരുത്തരുടെയും സംബന്ധിച്ചത് വ്യത്യാസപ്പെട്ട കാര്യങ്ങളായിരിക്കും. എന്തായാലും ഒരു ഫൗണ്ടേഷൻ ഇളകി നിൽക്കുകയാണ്. നിങ്ങൾക്കൊരു പ്രോപ്പർ ബേസിക് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഇല്ല നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ. അപ്പോൾ അത് നിങ്ങൾ സംസാരിച്ച് ഒരു ഫൗണ്ടേഷൻ റെഡിയാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഒന്നുകിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തതായിരിക്കാം. മറ്റു ചിലരെ സംബന്ധിച്ച് അത് പറഞ്ഞു മനസ്സിലാക്കി അത് ഒത്തുതീർപ്പാകുന്ന, അതായത് ഒത്തുതീർപ്പ് എന്നുള്ള രീതിയേക്കാൾ കൂടുതൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഭാഗത്ത് പ്രശ്നങ്ങളുള്ളത്, അതെങ്ങനെ ശരിയാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതെങ്ങനെ ശരിയാക്കാം എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. ജെന്യുവനായിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു ബന്ധം മുന്നോട്ടേക്ക് പോകാം. അല്ലാത്ത പക്ഷം അതിപ്പോൾ ഈ ഒരു മാസം പല കാര്യങ്ങൾക്ക് തീരുമാനമാകുന്ന ഒരു സമയമാണ്. ഇത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മാത്രമുള്ളൊരു സിറ്റുവേഷൻ അല്ല. പൊതുവെ ബന്ധങ്ങളിൽ ഒരു പല കാര്യങ്ങളിലും തീരുമാനമാകുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചിലപ്പോൾ പാരൻസും കുട്ടികളും ഒരുമിച്ച് താമസിക്കുന്ന നിങ്ങളുടെ ഫാമിലി, ചിലപ്പോൾ കൂട്ടുകുടുംബമായിരിക്കാം, നിങ്ങളുടെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഈ ഒരു മറ്റുള്ളവരുമായിട്ടുള്ള ഒരുമിച്ച് താമസിക്കുന്ന, പ്രത്യേകിച്ച് കൂട്ടുകുടുംബമായിട്ട് ഒരുമിച്ച് താമസിക്കുന്നവരാണെങ്കിൽ എല്ലാവരും വ്യത്യസ്തമായിട്ട് വിട്ടുപോകാം, മാറി താമസിക്കാം, വേറെ വീടെടുത്ത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട് വച്ച് മാറി താമസിക്കുന്നതിനൊക്കെ ഉള്ളൊരു സാഹചര്യം സമയത്തുണ്ട്. കാരണം എല്ലാവർക്കും ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതേപോലെ സ്വത്ത് തർക്കങ്ങളും കാര്യങ്ങളിൽ, അല്ലെങ്കിൽ സ്വത്ത് കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ല എങ്കിൽ അത് ഇതുവരെ ഒളിഞ്ഞു കിടന്നിരുന്ന ഒരു പ്രശ്നമായിരിക്കാം. ആരും തെളിഞ്ഞ് പറഞ്ഞിട്ടുണ്ടാവില്ല ഒളിഞ്ഞ് നിൽക്കുന്ന കാര്യം. അത് തെളിച്ച് സംസാരിച്ച് അതിന് ഒത്തുതീർപ്പ് ആകുക എന്നുള്ളതാണ്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഓരോരുത്തരെയും സിറ്റുവേഷൻ അനുസരിച്ചിട്ടിരിക്കും. നിങ്ങൾ ഒരുമിച്ചാണോ താമസിക്കുന്നത്, വേറെയാണോ എന്നുള്ളത്. പക്ഷെ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ച് ഒക്കെ തീർക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചില പ്രത്യേക കോഴ്സ്, ഇന്നൊരു കോഴ്സ് എടുത്ത് പഠിക്കണം എന്നൊക്കെ ഉള്ളവർ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ പാരൻസിനെ കൺവിൻസ് ചെയ്യേണ്ടി വരും. കാരണം മാതാപിതാക്കൾക്ക് ചിലപ്പോൾ താല്പര്യമുള്ള കാര്യമായിരിക്കില്ല അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും അവരെ അതിലേക്ക് താല്പര്യത്തിലേക്ക് കൊണ്ടുവരാൻ.
അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ 5 ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ഹെർമിറ്റ് മോഡാണ്. ഇവിടെ ചില ആളുകളുടെ തനിനിറം പുറത്താവുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ ചില വ്യക്തികൾ അവരെ പണത്തെ മാത്രം മാനിക്കുന്ന, അല്ലെങ്കിൽ സ്റ്റാറ്റസ്, പണം, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് എന്നതിൻ്റെ പേരിൽ മാനിക്കുന്ന ഒരു സാഹചര്യം കാണിക്കും. കാരണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ സ്റ്റാറ്റസ് എങ്ങനെ നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു നിലയിൽ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കി മുന്നോട്ടേക്ക് പോകുന്നു. അതായത് നിങ്ങളുടെ സ്റ്റാറ്റസ് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തിക പരാധീനത അനുഭവിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമാണ്, ഇനി ഏത് ലെവലിൽ ആണ് നിങ്ങൾ, അത് നോക്കി സൗഹൃദം കൂടുന്നവരായിരിക്കാം. സുഹൃത്തുക്കൾ മാത്രമല്ല, ചില ബന്ധുക്കൾ. അപ്പോൾ നിങ്ങൾക്ക് പല ആളുകളുടെയും തനിനിറം തിരിച്ചറിയാൻ പറ്റുന്ന സമയമാണ്. കാരണം ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ താഴെ ലെവലിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ എവിടെന്നെങ്കിലും കേട്ടിട്ട്, അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഏത് രീതിയിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് മാത്രമല്ല, അത് മനസ്സിലാക്കുന്നതിലൂടെ അങ്ങനെയുള്ള വ്യക്തികളെ അകറ്റാനും നിങ്ങൾ ശ്രമിക്കുക. വീണ്ടും ആ വ്യക്തി തിരിച്ചു വരുമ്പോൾ അപ്പോൾ ക്ഷമ, അല്ലെങ്കിൽ എല്ലാവരോടും ക്ഷമിക്കണം എന്നൊക്കെ പറയും. ക്ഷമിക്കുക എന്നുള്ളതാണ്, പക്ഷെ ഒരിക്കലും മറക്കരുതെന്ന് പറയും. ഫൊർഗീവ് ബട്ട് നെവർ ഫോർഗെറ്റ്. കാരണം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അവരോട് വിരോധമൊന്നുമില്ല, അവർ ചെയ്തതിൽ അവർക്ക് ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ അതിനർത്ഥം വീണ്ടും അവരോട് കൂട്ടുകൂടുക, ഒരുമിച്ച് ചേർക്കുക എന്നുള്ളതല്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഉറപ്പ് വരുത്തി മുന്നോട്ടേക്ക് പോയി. ഇവിടെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സണലായിട്ട് ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഇന്നർ ഗൈഡൻസ് ആയിരിക്കാം. നിങ്ങൾ ഉറപ്പിക്കുക, ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നു, ഇതിങ്ങനെയാണ്, ഇങ്ങനെയല്ല എന്നുള്ളത്. ഓഫീസ് സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ആവശ്യത്തിൽ കവിഞ്ഞിപ്പോൾ കൊളീഗ്സിൻ്റെ അടുത്തൊക്കെ എല്ലാം തുറന്നു പറഞ്ഞിരുന്നവർ അതൊക്കെ കുറയ്ക്കുന്നുണ്ട്. വേണ്ടാതെ കാര്യങ്ങളൊന്നും ആരോടും സംസാരിക്കുന്നില്ല, വേണ്ടതിൽ കവിഞ്ഞൊന്നും സംസാരിക്കുന്നില്ല എന്ന് തന്നെ പറയാം. അതേപോലെ 5 ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് സ്റ്റാർ എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒത്തിരി ഉയരത്തിലേക്ക് എത്താൻ പറ്റുന്ന സമയമാണ്. പിന്നെ സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർച്ച നേടാൻ പറ്റുന്ന സമയമാണ്. ദൈവാനുഗ്രഹം വേണ്ടുവോളം ഉണ്ട്. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്ന സമയമാണ്. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ പ്രവർത്തിച്ചാൽ അതിനുള്ള ഫലം തീർച്ചയായിട്ടും ലഭിക്കും. പക്ഷെ എന്ന് വെച്ചിട്ട് വെറുതെ ഇരുന്നിട്ട് ഒന്നും നടന്നില്ല, ഇതൊക്കെ നടക്കുന്നു പറഞ്ഞിട്ട് എവിടെ എന്ന് ആകാശത്തോട്ട് നോക്കി കൈ മലർത്തി കാണിച്ചാൽ ഒരിക്കലും ഒന്നും നിങ്ങളുടെ കയ്യിൽ എത്തില്ല എന്നുള്ളതാണ്. നിങ്ങളതിനുവേണ്ടി പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും ഫലം ലഭിക്കും. അപ്പോൾ എഫേർട്ട് എടുക്കുക. ഇപ്പോൾ നിങ്ങളൊരു പുതിയ ജോലി മാറാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അതിനാദ്യം ചെയ്യേണ്ടത് പുതിയ ജോലി അന്വേഷിക്കുക, ആപ്ലിക്കേഷൻ അയയ്ക്കുക. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇൻ്റർവ്യൂവിന് വിളിക്കുക, അതുപോലെ കാര്യങ്ങൾ സംഭവിക്കും. അല്ലാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞിട്ട് ജോലി കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു രീതി ആവരുത്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് നിങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത്, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയ ജീവിതത്തിൽ മുന്നേറാൻ പറ്റും, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ ദൈവാനുഗ്രഹം വേണ്ടുള്ളൊരു സമയമാണെന്ന് പറഞ്ഞു. അപ്പോൾ പലതരത്തിലുള്ള ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചലഞ്ചസൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വന്നാലും അതൊക്കെ അതിജീവിച്ച് അതിനെയൊക്കെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നൊരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള സാഹചര്യത്തെയും മറികടന്ന് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നൊരു സിറ്റുവേഷനാണ് നമ്മളിവിടെ കാണുന്നത്. അതേപോലെ 6 ഓഫ് കപ്സ് ആൻഡ് ടവർ മൂവ്മെൻ്റ് ആണ്. ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ പൊതുവേ സൗഹൃദത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ സൗഹൃദത്തിന് പ്രാധാന്യമുണ്ടെന്ന് പറയുമ്പോൾ ചില വ്യക്തികൾ സുഹൃത്താണെന്ന വ്യാജേന നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ അതല്ല എന്ന് മനസ്സിലാക്കുകയും പുതിയ നല്ല നല്ല സൗഹൃദങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നൊരു സമയം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒത്തിരി നാളുകൾക്ക് ശേഷം നിങ്ങളുടെ പഴയ സുഹൃത്തിനെ, വളരെ അടുപ്പമുള്ളൊരു സുഹൃത്തിനെ വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട്. ഒരു റീയൂണിയൻ സിറ്റുവേഷൻ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കോളേജ്, സ്കൂൾ അങ്ങനെയുള്ള ഒത്തുചേരലുകൾ, ഈ റീയൂണിയൻ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങളുടെ വളരെ ആത്മാർത്ഥതയുള്ളൊരു സുഹൃത്തിനെ കണ്ടെത്തുന്നു. അതുപോലെയൊക്കെയുള്ളൊരു നൊസ്റ്റാൾജിയ ഫീൽ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മാസം എന്ന് പറയുന്നത് അതായത് കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് മാറ്റിവെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിലും എപ്പോഴും സോഷ്യലായിട്ടുള്ള ഒരാളാണെങ്കിൽ കുറച്ച് സമയം ദിവസത്തിൽ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാർ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നു. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ ഇതിൽ മാത്രമല്ല,
നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടി നിങ്ങൾ സമയം ചെലവഴിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.